ഈശോ വീണ്ടും പറയുന്നു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും അത്രേ. അവിടുന്ന് വീണ്ടും പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാനം അവന് നിത്യജീവനുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, എന്താണ് നിത്യജീവൻ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ആരാണ്? ഈശോ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഈശോ എന്താണ് ഇവിടെ പ്രവർത്തിച്ചത്? ഈശോയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈശോയിൽ വിശ്വസിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഇനി ഈശോയിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് നഷ്ടമാകുന്നത്? പോളണ്ടിൽ മരിയ ഫൗസ്റ്റീന കൊവാൾസ്കെ എന്നു പേരുള്ള വിശുദ്ധയായ ഒരു സന്യാസിനി, ഒരു പാവപ്പെട്ട സിസ്റ്റർ. ഈ സിസ്റ്ററിന് ഈശോ അനേകം തവണ പ്രത്യക്ഷപ്പെട്ടു. അനേകം തവണ ഈശോ ഈ സന്യാസിനുടെ അരികിൽ ചെന്ന് ദൈവ കരുണയുടെ ആഴങ്ങളെ പറ്റിയുള്ള അനേകം സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഈ അടുത്ത നൂറ്റാണ്ടില് ഈശോ പറഞ്ഞു, ഞാൻ കരുണയുടെ രാജാവാണ്. എന്റെ കരുണയിൽ അണയാതെ മാനവകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാളും ഉന്നതമാണ് എന്റെ കരുണ. ഈശോ പറയുകയാണ്, അനുദപിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അതേ സഹോദരങ്ങളെ, പാപിയുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ഒരു ദൈവം, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നൊരു ദൈവം, അതാണ് യേശുക്രിസ്തു. എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവം, കരുണയുടെ രാജാവായ ഈശോ. ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഇപ്പോൾ ദൈവ കരുണയുടെ സമയം. എന്നാൽ എന്റെ രണ്ടാം ആഗമനത്തില്, യേശുവിന്റെ രണ്ടാം ആഗമനത്തില്, അതായത് ഈശോ കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തപ്പോൾ അതിന് തൊട്ടു മുൻപ് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ശിഷ്യന്മാരുടെ വലിയൊരു സമൂഹം, അനേകം ജനങ്ങള്, അവർക്ക് മുൻപില് സ്വർഗത്തിൽ നിന്നും 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്നും സംഭവിക്കപ്പെട്ട യേശു നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും അവിടുന്ന് ഭൂമിയിലേക്ക് വരും. യേശുവിന്റെ രണ്ടാം ആഗമനം അത് സുനിശ്ചിതമാണ്. വചനത്തിൽ പറയുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സഹോദരങ്ങളെ, യേശുവിന്റെ രണ്ടാം ആഗമനം അത് സുനിശ്ചിതമാണ്. ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞു, അന്ന് കരുണയുടെ രാജാവായിട്ടല്ല, നീതിവിധിയാളനായ രാജാവായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്.